ഹലോ യൂട്യൂബ്. ഇന്ന് നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ എ ഡേ ഇൻ മൈ ലൈഫ് പ്രണാവ് എഡിഷൻ ആണ്. നമ്മൾ റൂമൊക്കെ മാറി ഇത് കണ്ടപ്പോൾ മനസ്സിലാവും ഇവ എപ്പോഴും അവിടെ സൗണ്ട് വെച്ചുകൊണ്ടിരിക്കുക, അത് വേറെ കാര്യം. അപ്പൊ നമ്മളിപ്പോ റൂമൊക്കെ മാറി പുതിയ സ്ഥലമാണ്. അവിടെ നിന്ന് ഒരു 46 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. ഇവിടുത്തെ ഫുൾ വിശേഷങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ വരുന്നതായിരിക്കും. അപ്പം അത് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റേ ബെല്ലൈക്കണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക. എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ ഇപ്പൊ എണീറ്റേ ഉള്ളൂ. ഇനിയിപ്പോ ഈ പല്ലൊക്കെ തേക്കണം. പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം. എന്നിട്ട് ഈ റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ഇവിടുത്തെ വ്യൂ എങ്ങനെയുണ്ട് എല്ലാം കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ പല്ലിപ്പൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. ഉച്ചത്തെ ഫുഡ് ഇപ്പോഴേ ഉണ്ടാക്കണം. ഇപ്പൊ 11 മണി കഴിഞ്ഞ്. അത് വേറെ കാര്യം, ഇപ്പോഴൊക്കെയാണ് നമ്മൾ എണീക്കുന്നത്. ഇനി കുറച്ച് നാളും കൂടെ ഇതൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം നമ്മളങ്ങനെ ചെയ്യാന്നുള്ള പരിപാടി നിന്നത്. പിന്നെ രാവിലെ ഫുഡ് നമ്മൾ ഓട്സൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം അതിന് ഇന്ന് എനിക്കുള്ള പാല് തീർന്നു. അപ്പം ഇനി അത് പോയി മേടിക്കണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. അപ്പം അത് മേടിക്കാൻ വേണ്ടി ഒരുത്തനെ പറഞ്ഞു വിടുന്നുണ്ട്. എന്തായാലും അവൻ പോയി മേടിക്കും. അപ്പം നമുക്ക് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കുക. അപ്പം അതിലോട്ട് പോവാം. ഇപ്പം ഇവിടെ ഒരാൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കട്ടിങ് ഒക്കെ തുടങ്ങി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. അപ്പം എന്തായാലും പുള്ളി അത് നടക്കട്ടെ, നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ടൊക്കെ പോവാം. ഇവിടെ ഈ സവാളയൊക്കെ വെട്ടി കഴിഞ്ഞു. ഇനി ഇവനെ നമ്മൾ കടയിലോട്ട് പറഞ്ഞു വിടുകയാണ്. ആര്? മലയാളം അല്ലെങ്കിൽ സബ്ടൈറ്റിൽസ്, ഇത് രണ്ടും ഇല്ല എൻ്റെ അടുത്ത് സംസാരിക്കരുത്. അപ്പം പുള്ളി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാണ്. അടുത്ത് നമ്മൾ കുക്കിങ്ങിലോട്ട് പോകണം. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ നല്ല വെള്ളത്തിയിട്ട് വെച്ച കടല ഇട്ടിട്ടുണ്ട്. പിന്നെ പുറത്ത് ഞാൻ ചുമ്മാ വെച്ചിരിക്കുന്നതാണ്. ചുമ്മാ ഒന്നുമില്ല, നീ മിണ്ടായിരുന്നേ. ഇന്നലെ ബാക്കി വന്ന എണ്ണയാണ്. ഇനി നമ്മുടെ പുതിയ റൂം എങ്ങനെയുണ്ടോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് തുണിയൊക്കെ തൂക്കിയിടാനുള്ള ഒരു സെറ്റപ്പ്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡോർ. ഈ ഡോറെന്ന് വെച്ചാൽ കുളിമുറിയുടെ ഇവിടെ ബാത്റൂം, അതിൻ്റെ അപ്പുറത്ത് ടോയ്ലറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ കിടക്കുന്നതിൻ്റെ ഭാഗത്ത് തന്നെ കിച്ചൺ സെറ്റപ്പ് ഉണ്ട്. അതിന് പിന്നെ ഒരു ഇതും വരുന്നുണ്ട്, ഫ്രിഡ്ജ് വരുന്നുണ്ട്. ഇത് നമുക്ക് 3 പേരാണ് ഈ റൂമിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ടി വി ഉണ്ട്. നമുക്ക് ടി വിയിൽ മൊത്തം ഇവിടുത്തെ ചാനൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഇരുന്ന് കുത്തി വല്ല ഇംഗ്ലീഷ് ചാനലും കിട്ടുമെന്ന് നോക്കാം. കൂടുതൽ ചിരിക്കല്ലേ? കിട്ടുമായിരിക്കും. ആനയല്ല, പാപ്പാൻ. അപ്പൊ നമുക്ക് എന്നിട്ട് അവൻ പപ്പടം കഴിച്ച പിന്നെ ഇവന് ഫുള്ള് പപ്പടത്തിന്റെ ചിന്ത തന്നെ. പപ്പടം എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി മഹാരാഷ്ട്ര ഉള്ളതാണ്. അപ്പൊ പുള്ളിക്ക് നമ്മളെ ഫുഡാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത്. നമ്മളിപ്പം നമ്മുടെ ഫുഡാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇവിടത്തെ ഒരു വ്യൂ. കണ്ടില്ല, അങ്ങ് അറ്റത്ത് ഇതാണ് പാടമാണ്. മൊത്തം പാടമാണ്. ഇതിന്റെ ഇപ്പൊ മറ്റേ ബ്രൗൺ കളറിലിരിക്കുന്നില്ല, അതും കുറച്ച് കഴിയുമ്പോഴേക്കും പച്ചപ്പ് വെട്ടിച്ച് സെറ്റ് ആവും. അത് കഴിഞ്ഞ് അതിന്റെ സൈഡ് മൊത്തവും ഈ മോഡേൺ ടൈപ്പ് ബിൽഡിങ്സ് ആണ് മൊത്തം ഇവിടെയൊക്കെ. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തോട്ട് പോകുമ്പോഴേക്കും ഫുള്ള് പഴയ യൂറോപ്യൻ രീതിയിലുള്ള മറ്റേ ഓൾഡ് ടൗണും പിന്നെ പള്ളികളും അങ്ങനത്തെ ഒരു വൈബാണ് ഇവിടെ. ഇതാണ് നമ്മുടെ ആ ഒരു ബാൽക്കണിയുള്ള വ്യൂ. അപ്പൊ അതിനിടയ്ക്ക് പോയാ മേക്കപ്പ് ചെയ്യാൻ പോയെന്നു തോന്നുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റ് അവൻ ഇവിടെ ഇന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടൊക്കെ പോവുള്ളൂ. പുള്ളിയുടെ ഫുള്ള് ലൈഫ് സ്റ്റൈൽ കുറച്ച് വ്യത്യാസമാണ്. എന്ന് വെച്ചാൽ നല്ല ഹെൽത്ത് കോൺഷ്യസ്, ബ്യൂട്ടി കോൺഷ്യസ്, അങ്ങനത്തെ കുറച്ച് സ്കീമാണ്. പിന്നെ ഫസ്റ്റ് നമ്മൾ വിചാരിച്ച് നമ്മളുമായിട്ട് അങ്ങനെ ഒത്തുപോകില്ല. കാരണം അറിയാമല്ലോ, നോർത്തും നമ്മളും തമ്മിൽ അത്ര പിടിക്കത്തില്ല ചില സാഹചര്യങ്ങൾ. ഇവിടെ വന്നതിന് ശേഷം മാക്സിമം അങ്ങനത്തെ ഒരു രീതിയിലുള്ള ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഓക്കെയാണ്, നമ്മളോട് സംസാരിക്കും, കമ്പനിയാണ്, ഓക്കെയാണ്. പക്ഷെ നമ്മുടെ ഫുഡ് അങ്ങനെ ഇഷ്ടപ്പെടണമെന്നോ അങ്ങനത്തെ ഒരു ചാൻസ് കുറവാണ്. പക്ഷെ പുള്ളി നമ്മളോട്ട് ഭയങ്കര വൈബിലാണ്. ഇപ്പൊ തന്നെ ഞാൻ മലയാളം പറഞ്ഞപ്പോൾ പുള്ളിക്ക്
കുറച്ച് ഐഡിയ കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മളായിട്ട് കോമഡിയൊക്കെ പറയുന്നുണ്ട്. പുള്ളി കൂടുതലും ഇംഗ്ലീഷിലാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം പുള്ളിക്ക് ഹിന്ദി അറിയാം, പക്ഷെ പുള്ളിയുടെ മദർ ടങ് എന്ന് പറഞ്ഞാൽ കൊങ്ങിണിയാണ്. അതിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി വേറെ ലെവലാണ്, വൈബാണ്. പക്ഷെ എന്നാലും ബീഫ് കഴിക്കത്തില്ല അല്ലേ, ബീഫ് കഴിക്കത്തില്ല. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ചെറിയൊരു ഇത് മാത്രം. ഞങ്ങൾ രണ്ടുപേരും ബീഫ് കഴിക്കും, പുള്ളി കഴിക്കത്തില്ല. എന്തായാലും നോക്കാം നമുക്ക്. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് ബീഫ് കഴിച്ചില്ല സത്യം പറഞ്ഞ. ഇവിടെ ബീഫിനെന്ന് പറയുമ്പോൾ എത്ര, നാട്ടിലെ 1500 രൂപയ്ക്ക് കൊടുക്കണം ഇവിടെ ബീഫ് മേടിക്കണത്. പിന്നെ അതുകൊണ്ട് ചിക്കനും അതൊക്കെ തന്നെ കഴിക്കുന്നത്. ചിക്കനാണ് മെയിൻ. എല്ലാവരും ചിക്കൻ. ഈ ഇവിടെ കൂടെ ഉള്ള പുള്ളി ചിക്കനും ബീഫും മാത്രമേ കഴിക്കുള്ളൂ എവിടെ. അങ്ങനെ കുറച്ച് സ്കീം. പിന്നെ ഇവിടെ വന്ന കാര്യവും എന്തിനാണ് വന്നതെന്നൊക്കെ ഞാൻ വേറെ വീഡിയോ പറഞ്ഞുതരാം. അതിനായിട്ടൊരു സ്പെഷ്യൽ വീഡിയോ കാണും. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഓക്കെ, എന്താ നമ്മള് റേഷൻ കടയിൽ അരി മേടിക്കാൻ പോണ പോലെ സഞ്ജി കൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മളെ പയ്യൻ തക്കാളിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ബാക്കി പണി തുടങ്ങാനുള്ള പരിപാടിയാണ്. ഇവിടെ കുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്? എന്താ നമ്മൾ കുക്ക് ചെയ്യുന്നത്? കടലക്കറി. ഓ എന്റെ വായന നേർന്നേ വന്നേ. ചുമ്മാ ഇതെല്ലാം മ്യൂട്ട് ചെയ്യേണ്ടി വരുമല്ലേ. അങ്ങനെ കടലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കടലക്കറിയും ചോറും അല്ലേ. നാട്ടിൽ വെച്ചാണെങ്കിൽ ചോറിന്റെ കൂടെ എന്തൊക്കെ കിട്ടണമെന്നറിയോ? ഒന്ന് ചോറ് നേരെ ഇറങ്ങാൻ വേണ്ടി. ഇവിടെ വന്ന് കടലക്കറി, മുട്ടക്കറി, പിന്നെ വേറെന്തൊക്കെ കറി, ഗ്രീൻ പീസ് കറി, എന്തെങ്കിലും ഉണ്ടായിരുന്നു അത് കഴിക്കാൻ വേണ്ടി. ആ ഒരു അളവ്, ആ ഒരു രീതിയിലായി നമ്മളിപ്പോഴും അല്ലേ. അല്ലേ ഡേ ഡേ എന്റെ അടുത്താ ഡേ അല്ലേ. അപ്പൊ അങ്ങനെ ആയി നമ്മൾ. അപ്പൊ ആ ലെവലിലേക്ക് ഇന്ന് വേറൊരു സംഭവം നടന്നു അതിന്റെ ഇടയിൽ ഒരാൾ എൻ്റെ അടുത്ത് കിടന്ന് ചോദ്യങ്ങളോട് ചോദ്യമായിരുന്നു. ഇപ്പൊ പറയാൻ പറഞ്ഞ മിണ്ടായി. എന്തൊക്കെയാ എൻ്റെ അടുത്ത് ചോദിച്ചത്? വാട്ട് ഡിഡ് യു ആസ്ക് മീ ഫോർ? വാട്ട് ഡിഡ് യു ആസ്ക് മീ ഫോർ? നത്തിങ്. എൻ്റെ അടുത്ത് ഇന്ന് ഓരോ ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്തുദ്ദേശിച്ച് എന്തുദ്ദേശിച്ച് ഇവർക്ക് ഇത് കൊടുത്തിട്ട് വന്നു, ഈ പൈസ കൊടുത്തിട്ട് വന്നു, ഇത്രയും പൈസ കൊടുക്കേണ്ട ആവശ്യം എന്തോന്ന്? പുള്ളി ഫ്രീ ആയിട്ടാണ് വന്നത്. ഫ്രീ ആയിട്ട് വന്ന പുള്ളിക്ക് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊന്നും നോക്കാനില്ല, ജോലി കിട്ടുമെന്നുള്ളൊരു പേപ്പർ ഇതായിരുന്നു. പ്രോമിസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞൊരു പേപ്പർ. ഇതൊക്കെ അവർ ആദ്യമേ കൊടുത്തിട്ടാണ് പുള്ളിയെ കൊണ്ടുവന്നത്. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ഒരു ഇതുണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. അതൊരു നമുക്ക് ഇംഗ്ലീഷ് അറിയാവോ, അങ്ങനെയൊക്കെ അങ്ങനെ ആ ഒരു രീതിയിലുള്ളൊരു ഇന്റർവ്യൂ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അവസാനത്തെ പൈസ ഉണ്ടല്ലോ, അവസാനം നമ്മൾ വിസ വന്നതിന് ശേഷം ഒരു ക്യാഷ് കൊടുക്കും, ഫുൾ എമൗണ്ട് കൊടുക്കും. അത് കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ അടുത്ത് പറയുന്നത് ഇവിടെ വന്നതിന് ശേഷം ഇന്റർവ്യൂ ഉണ്ട്, അത് പാസ്സായാലേ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ പറ്റൂ. ഇന്റർവ്യൂ പിന്നെ എക്സാം ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എക്സാം ഒന്നും വലിയ ഒരു ഇതില്ല. പക്ഷെ ഇന്റർവ്യൂല് നമ്മുടെ അടുത്ത് ആദ്യം പറയുന്നത് പറഞ്ഞാൽ ഇത് നമ്മൾ എന്താണ് അൺസ്കിൽഡ് വർക്കാണ്. അപ്പൊ നമുക്ക് പണി അറിയണമെന്നില്ല. ഞാൻ എടുത്തിട്ട് ചോദിച്ചു നമുക്ക് ഇത് ഈ പണി അറിഞ്ഞിരിക്കണോ, എന്തെങ്കിലുമൊക്കെ അറിയണോ, അങ്ങനെയൊക്കെ ഞാൻ 2-3 പ്രാവശ്യം എടുത്തിട്ട് ചോദിച്ചായിരുന്നു. അപ്പോഴും അതിൻ്റെ ഇതെന്റെ ഉണ്ട്, ഈ എന്താണ് വാട്സപ്പ് ചാറ്റൊക്കെ അതൊക്കെ ഉണ്ട്. അപ്പം അപ്പോഴും പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല, നമുക്ക് പുതിയ ആൾക്കാരെ എടുക്കുന്നുണ്ട്. ശരിയാണ്, പുതിയ ആൾക്കാരെ എടുക്കുന്നുണ്ട്. നേരത്തെ വന്നവർക്കൊന്നും പലർക്കും ഇന്റർവ്യൂ ഇല്ലായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ വന്നപ്പോൾ നമുക്ക് കിട്ടിയത് നല്ല രീതിക്കുള്ള ഒരു പണിയാണ്. അതും എനിക്കെന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂല് ഒരു നട്ട് താഴെ വീണെന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പൊക്കോളെ. അപ്പൊ എന്തുദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിന്റെ ഇടയിൽ വേറെ കുറെ കളികളുണ്ടെന്നാണ് വേറെ ഒരു ഏജൻസി പറഞ്ഞത്. നമ്മുടെ ഏജൻസി അതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്നതാണ് അങ്ങനെയുള്ള രീതിയിൽ. അപ്പൊ അതുകൊണ്ട് ആര് പറയുന്നത് നമുക്ക് കേൾക്കാനൊന്നും പറ്റുന്നത്. നമ്മുടെ അടുത്ത് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, അത് വേറെ കാര്യം. അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു ഇന്റർവ്യൂക്ക് പോയപ്പോ നിങ്ങൾക്ക് കിട്ടിയത്? നിങ്ങളുടെ അടുത്ത് എന്തായിരുന്നു പറഞ്ഞത് ഇന്റർവ്യൂക്ക് പോയപ്പോ? ഇതേ നട്ട് താഴെ ഉണ്ട്, സമയം കഴിഞ്ഞെന്നാ. ഇത് സമയത്തിന്റെ കാര്യമൊന്നും നമ്മുടെ അടുത്ത് ഈ ഇന്റർവ്യൂക്ക് ഈ പ്രാക്ടിക്കൽ ഒരു പരിപാടിയാണ്, അതിന് മുമ്പേ പറയത്തില്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞപ്പം ഓരോരുത്തർ മറ്റേ നമ്മുടെ ഏജൻസിയുടെ ആൾക്കാർ പറയുന്നു ഒരു നട്ട് നിനക്ക് കയ്യിൽ പിടിക്കാൻ അറിഞ്ഞൂടെ. ശരിയാണ്, കുറെ നാള് ഒരു 3-4 മാസത്തോളം ഇവിടെ വന്നിട്ട് കറക്റ്റായിട്ട് ഫുഡില്ല, കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. നിങ്ങൾ ഇപ്പോഴും എന്റെ പഴയ വീഡിയോയിലൊക്കെ എന്നെ കാണുമ്പോൾ മനസ്സിലാവും എന്റെ ഒരു വ്യത്യാസം. മുഖത്തായാലും ബോഡി ആയാലും കൈ ആയാലും
കൈയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. കാരണം ഇവിടുത്തെ അവസ്ഥ എല്ലൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇവിടെ വന്ന് നമ്മൾ ആ രീതിക്ക് ഫുഡ് കഴിക്കുന്നുള്ളൂ. പലപ്പോഴും നമ്മൾ ഫുഡ് കുറയ്ക്കും. കാരണം അടുത്ത മാസത്തേക്ക് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ എന്നുള്ള, എന്ന് വെച്ചാൽ ജോലി ഇല്ലാതെയാണ് നിൽക്കുന്നത്. ഇവിടെ വരുന്നത് തന്നെ ഇത്ര ലക്ഷം രൂപ കൊടുത്ത് വന്നിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് പൈസ അയച്ചു തരേണ്ട ഒരു അവസ്ഥ വരുമ്പോഴും നമ്മൾ നിൽക്കുന്ന ഒരു രീതി അതാണ് അല്ലേ. പലപ്പോഴും നമ്മൾ ഫുഡ് വേണ്ട നോക്കുന്നില്ല. അതൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ. പൈസ ഇല്ലെങ്കിൽ കഴിക്കത്തില്ല ചില സമയത്ത്. ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇവിടെ കുറച്ച് റൂൾസ് ഒക്കെ സ്ട്രിക്റ്റ് ആക്കി. അപ്പോഴ് നമുക്ക് എന്താണ് ഈ ബോൾട്ട് ഓട് വരുന്നു. ഫുഡ് ഡെലിവറിക്കുള്ള പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാരും തേഞ്ഞു. അപ്പൊ അവരും ഇരിപ്പായി, എല്ലാരും റൂമിൽ ഇരിപ്പായി. അപ്പൊ അത് കഴിഞ്ഞ് ഇവർ ഏജൻസിയുടെ എന്ന് പറഞ്ഞാൽ മാസം കറക്റ്റ് ആയിട്ട് വന്നിട്ട് ഇത് ചോദിക്കും. കറക്റ്റ് സമയം വെച്ചാൽ നമ്മൾ കൊടുക്കേണ്ട ചിലപ്പോൾ 2 ദിവസം മുമ്പൊക്കെ ആയിരിക്കും വന്നിട്ട് റെന്റ് കറക്റ്റായിട്ട് മേടിക്കും. അതിനൊന്നും ഒരു ഇതുമില്ല. നമ്മൾ ജോലി ഒരെണ്ണം ഒരിടത്ത് ഇതായി കഴിഞ്ഞാൽ അവർക്ക് വേറെ സെറ്റ് ചെയ്ത് തരാം അവർക്ക്. പക്ഷെ അതൊന്നും പറ്റൂല. അവരുടെ രീതിയിലൊക്കെ പോകുള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടല്ലോ. ഇവിടെ സാധാരണ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു ഏജൻസി ഞാൻ കണക്ട് ആയി. അവരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ന് റെന്റ് വാങ്ങത്തില്ല. അപ്പൊ അവരെ കീഴിൽ കുറെ പേര് വന്നിട്ടുണ്ട്. അവരിൽ നിന്നും ഇത്രയും നാളെ ഒരു 3 മാസമായിട്ട് വന്നിട്ടുണ്ട്. അവരെ ഇതുവരെ റെന്റ് വാങ്ങിയിട്ടില്ല. അവര് വരുമ്പോ തന്നെ ഈ ഇവരെ പേരിലാണ് വരുന്നത്. അഡ്രസ്സൊക്കെ പക്കയാണ്, എല്ലാം സെറ്റാണ്. നമ്മളവിടെ അഡ്രസ്സ് പോലും പക്കയാണ്. നമുക്ക് കാർഡ് കിട്ടും. കാർഡിനകത്ത് കറക്റ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ പോലീസ് പിടിക്കുമ്പോഴേക്കും പോലീസ് റൂമിൽ വന്ന് തട്ടും. ആ സമയത്ത് നമുക്ക് വള്ളിയാണ്, കുറെ സീനൊക്കെയാണ്. അപ്പൊ അതൊന്നും കറക്റ്റ് അല്ല, ഒന്നും ശരിയല്ല. പല കാര്യങ്ങളിലും ഫോൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്കീമാണത്. അപ്പം ഈ ഏജൻസി പക്കയാണ്. നീ കണ്ടെടുത്തോളം ആൾക്കാർ നല്ലത് പറയുന്നുണ്ട്, കാരണം ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കും മറ്റേ ഏജൻസിക്ക് ഇതണക്ക് ചെയ്യായിരുന്നു. പക്ഷെ ആ റെന്റെങ്കിലും നമ്മൾ ഇത്രയും ലക്ഷം കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പൊ ആ റെന്റിന്റെ കാര്യമെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ അത് പറ്റത്തില്ല. അവർക്കറിയാം നമ്മൾ ജോലിയില്ല, അവരാണ് ജോലി സെറ്റ് ചെയ്യാറുണ്ടത്. ഇത് നാട്ടിലെ ഏജൻസിയുടെ ഫോൾട്ടാണോ, ഇത് ഇവിടുത്തെ ഏജൻസിയുടെ ഫോൾട്ടാണോ, എന്താണെന്നൊരു പിടിയില്ല. അതൊക്കെ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. ഇതുകൊണ്ട് സ്റ്റേറ്റും ഉണ്ട്. അപ്പൊ നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോവാം. ഇനി അടുത്ത് ഫുഡ് ഉണ്ടാക്കണം. ഉള്ളി റെഡിയാ? അപ്പൊ അതിന്റെ പരിപാടി ഉണ്ട്. അതിനിടയിൽ പപ്പടം പൊരിക്കണം. നമ്മൾ പപ്പടം മേടിച്ചത് കേരള സ്റ്റോറുണ്ട്. അവിടെ നിന്ന് നമുക്ക് പപ്പടം മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ വേറെ ആളുണ്ട്, പുള്ളി നമ്മളെ റൂമിൽ ചില നമുക്ക് അടുത്തുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുവരും ഫുഡ്. പുള്ളി എടുത്ത് പറഞ്ഞാൽ പുള്ളി ഫുഡ് കൊണ്ടെത്തിച്ച് തരും. അങ്ങനത്തെ കുറെ നല്ല നല്ല ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഫുഡ് എന്ന് പറയുമ്പോൾ ഫുഡിന്റെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കുറെ നല്ല ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബെറോട്ടയും ചിക്കൻ കടായി അങ്ങനെയൊക്കെ പറയാം അല്ലേ. കൊള്ളായിരുന്നു അല്ലേ? ആ, ബെറോട്ടയൊക്കെ കഴിച്ച് നൈസ് വൈബായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. നമ്മള് ആഴ്ചയിൽ ഒരു ദിവസം എങ്ങനെയെങ്കിലും ചിക്കൻ അങ്ങനത്തെ എന്തെങ്കിലും മീറ്റ് ഐറ്റംസ് എന്തെങ്കിലും സെറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. കാരണം അതും കഴിച്ചില്ലെങ്കിൽ സീനാവും. ഒന്നാമത് എല്ലാവരും ഡിപ്രഷൻ അടിച്ച് ഭ്രാന്തടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പൊ ഒരു നല്ലൊരു ഹോപ്പിന്റെ ഒരു ഇത് വന്നിരിക്കുകയാണ്. ഏത് എവിടെ പോണു? അപ്പൊ ആ പണി എനിക്ക് കൈമാറിയിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞാൻ കുക്കിങ്ങിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിപ്പം ഫുള്ളും കേടായിപ്പോ. അപ്പൊ ഓക്കെ, എന്നാ അടുത്ത പരിപാടി ആകുമ്പോഴേക്കും ഞാൻ വരാം. അങ്ങനെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. കടലക്കറി മാത്രമായിട്ട് എടുത്ത് വെച്ച് കഴിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പൊ അതിൻ്റെ ഒരു വിശപ്പുണ്ട്. ഇന്നലെ അങ്ങനെ കഴിക്കാതിരുന്നിട്ട് ഉച്ചയ്ക്ക് കഴിച്ചായിരുന്നു. എന്നാലും ഇടയ്ക്ക് വെള്ളമൊന്നും കുടിച്ചില്ല. അങ്ങനെ ഗ്യാസ് കയറിയിട്ട് രാത്രി കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. വെറുതെ നമ്മൾ ഇന്നലെ മേടിച്ച പണി പിന്നെ മേടിക്കുന്നത് എന്തെയാണ്. ഇന്നലെ ആണെങ്കിൽ നമ്മുടെ കൂടെയുള്ള പുള്ളി റെസ്റ്റോറൻറ്റിൽ ജോലിയാണ്. നേരത്തെ വീഡിയോയിൽ ഞാൻ പുള്ളി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇന്നലെ ചിക്കൻ കറിയൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലൈറ്റായിട്ട് ചെറുതായിട്ടൊക്കെ കഴിച്ച് റെഡി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു.
ഞാൻ കടലക്കറി ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ബൈ ബൈ. കടലക്കറി ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ചോറ് അവിടെ റെഡി ആവുന്നുള്ളൂ, കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ മേടിക്കുന്ന ഒരു അരിയുണ്ട്, നമ്മുടെ നാട്ടിലെ പോലെ അല്ല, വേറൊരു രീതിയിലുള്ള അരിയാണ്, എന്നാലും കുഴപ്പമില്ല. ആ അരി എന്ന് പറഞ്ഞാൽ നമുക്ക് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഒരു ഒട്ടി പിടിക്കുന്നുണ്ട്. അങ്ങനെ തുറന്നു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുമല്ലോ, അങ്ങനെ ആകുമ്പോഴേക്കും കുഴപ്പമില്ല. ഞാൻ വന്ന ടൈം അടച്ചു വെച്ചാണ് വേവിച്ചുകൊണ്ടിരുന്നത്. 2 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ റെഡി ആവും സാധനം. എന്നുവെച്ചാൽ അവൻ്റെ ഇതിൽ കുക്കറിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കും, 2 വിസിൽ റെഡിയാവും. പക്ഷെ അത് ചില സമയത്ത് ഇതായി പോകണം, ചിലപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രീതിയിലൊക്കെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വിചാരിച്ച് ഇത് കണക്ക് കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ഇട്ട് വച്ചിട്ട് ഇത് ചെയ്യാമെന്ന്, ഊറ്റിയെടുക്കാമെന്നുള്ള പ്ലാനായി. അങ്ങനെ നമ്മൾ നാട്ടിൽ വയ്ക്കുമല്ലോ, ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാമെന്ന്. പിന്നെ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യണം, അതാണൊരു വള്ളി. പിന്നെ അതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ടല്ലോ. ആ പപ്പടം, ഞാൻ മറന്നു പപ്പടം. അത് സെറ്റാവുന്ന ആ ഒരു ടൈമിൽ ചെയ്യാം, അത് സെറ്റാവുന്ന സമയത്ത് ചെയ്യാം. കടലക്കറി കഴിച്ചിട്ട് എന്ത് ചെയ്യണം, പപ്പടം ഫ്രിഡ്ജിൽ, മറ്റേ ഫ്രോസൺ പപ്പടം അത് എടുത്ത് വെളി വയ്ക്കണം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് പൊരിക്കുക, അടിക്കുക. എന്താ നമുക്ക് ഇത് റെഡി ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. അടുത്ത നമ്മുടെ പരിപാടി പപ്പടം പൊരിക്കണം. അപ്പം അതിനു മുമ്പേ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഇന്ത്യൻ പൈസ കണ്ടിരിക്കുകയാണ്. എത്ര നാൾക്ക് ശേഷം ഇത് കണ്ട, നല്ല മണം. ഇതാ ഉണ്ടോ महाराष्ट्र मणि है, केरला मणि, ये केरला पे यूज करता है हम, महाराष्ट्र में नहीं। मैं लेकर जाऊंगा. उठो उठो पिड़ी नहीं चाहिए. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി അടുത്ത പപ്പടം പൊരിക്കണം. പപ്പടത്തിന്റെ പാക്കറ്റ് കാണിച്ചു തരാൻ. ഇതാണ് നമ്മൾ മേടിച്ച പപ്പടത്തിന്റെ പാക്കറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് ആ പപ്പടം. നമ്മളിനി പപ്പടം പൊരിക്കാനുള്ള പരിപാടിയിലാണ്. ഇതിവിടത്തെ സൺഫ്ലവർ ഓയിൽ. പിന്നെ വേറൊരു ഓയിലുണ്ട്, ഒരു കണിക്കുന്ന പോലെ ഇരിക്കും അതിന്റെ പാക്കറ്റിലെ ഫോട്ടോ, അതിന്റെ ഒരു ഓയില്. പിന്നെ ഇത് ഈ ഓയിലല്ല നമ്മൾ എടുക്കുന്നത്. കുഴപ്പമില്ല, കുറച്ച് ഒഴിച്ചത്. നമ്മള് നേരത്തെ പൊരിച്ച കുറച്ച് എണ്ണ ബാക്കി വെച്ചിട്ടുണ്ട്, അത് കുറച്ചേ ഒഴിച്ചുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കിയും കൂടെ എടുത്ത് ഒഴിക്കാം. എണ്ണ കബൂറായതുപോലെ ഉണ്ടല്ലേ, കളയേണ്ടി വരുമോ? എണ്ണ ചെറുതായിട്ട് കബൂറായതുപോലെ ഉണ്ടോ? പൈസ ഇന്ത്യൻ പൈസ നിങ്ങൾ കണ്ടില്ലായിരുന്നു എത്ര നേരം? എണ്ണി നോക്കിയാണ് തിരിച്ചു കൊടുത്തോ തെണ്ടി. You could have money in your GPay bank account, Indian bank account. You don't have Uber? You don't have Uber in there? If needed, emergency. പൈസക്കാരൻ. 5 ഫ്ലാറ്റാണ് നാട്ടില്, 5 ഫ്ലാറ്റ്. എത്ര പുതിയ ഫ്ലാറ്റ് എടുത്ത് 80 ലക്ഷം രൂപ. അല്ല മതിയാ. ജാഗ്വാറിലെ പണിയെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത്? നാട്ടിൽ നിന്ന് എങ്ങനെയാ വന്ന്? നാട്ടിൽ നിന്ന് ഒരു പൈസ പോലും കൊടുക്കാതെ അവന്മാര് ഡയറക്റ്റ് ഇവിടെ കൊണ്ടുപോകും. ടാറ്റ അല്ലേ? സ്കിൽഡ് വർക്കേഴ്സിന് നല്ല ഡിമാൻഡുമാണ്, പൈസയും കിട്ടും. പക്ഷെ നമ്മളെ പോലെ ഉള്ളവർക്ക് ഇങ്ങനെ തേച്ചൊട്ടിച്ച് ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന അവന് ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റി. നമ്മൾ ഇത്രയും പൈസയും കൊടുത്ത് തേഞ്ഞൊട്ടി വന്നിട്ട് ഒന്നുമില്ല അല്ലേ? ആണ് അല്ലെ? മനസ്സിലാവുന്ന ഒന്ന് ദൈവത്തിനറിയാം. എന്തായാലും എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട്, ഇനി പപ്പടം പൊരിക്കണം, അല്ലെങ്കിൽ പണിപാളും. ഓക്കെ, പപ്പടം പൊരിക്കണം, കഴിക്കണം, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരുവുള്ളൂ. അത് കഴിഞ്ഞ് പുറത്തെവിടെയും പോണമെന്നോ നോക്കട്ടെ. എവിടെയും പോണ? വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്തായാലും നമുക്ക്
പുറത്ത് പോകാം എന്ന് ആലോചിക്കുന്നു. പക്ഷെ ഫുഡ് കഴിച്ചു കഴിയുമ്പോഴേക്കും ആ മൂടങ്ങ് പോകും അല്ലേ. ഫുഡ് കഴിച്ചുമ്പോഴേക്കും പിന്നെ ഒന്ന് ഉറങ്ങണം, ഒന്ന് മയങ്ങണം, അങ്ങനെയൊക്കെയുള്ള മൈൻഡാണ്. അപ്പം എന്തായാലും നമുക്കിന്ന് നോക്കാം എന്താണ് ഇന്നത്തെ പരിപാടി എന്നൊക്കെ ഉള്ളത്. എന്തായാലും ഞാൻ കഴിച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ കഴിച്ചിട്ട് കട്ട. അപ്പം ഇതാണ് നമ്മളിന്ന് കഴിക്കുന്നത്. ഇതെന്തായിരുന്നു? കടലക്കറി, ചോറ്, പപ്പടം, ഇത് അച്ചാറാണ്. നമുക്ക് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഉച്ചത്തെ ഫുഡ്. നമുക്ക് കഴിക്കാം. അതാണ് അച്ചാറ്. അപ്പൊ ഇതാണ് നമ്മുടെ ഉച്ചത്തെ ഫുഡ്. നമുക്ക് എന്തായാലും കഴിക്കാം. അപ്പൊ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞു. ഇനി റെഡി ആവണം, പുറത്തു പോകണം, കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഫുള്ള് അടുത്ത പരിപാടി തുടങ്ങുമ്പോഴേക്കും ഞാൻ വരാം. അതാണ് നല്ലത്. വേറെ പരിപാടികളുണ്ടോ നിനക്ക്? നിന്റെ അടുത്തല്ലേ ചിങ്ചാങ് ചിങ്ചാങ് ചൈ വാക്കിംഗ് കമ്മിങ് നോട്ട് കമ്മിങ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത പുറത്തു പോകാനുള്ള പ്ലാനാണ്. അതിനിടയ്ക്ക് നമ്മളൊന്ന് ചെറുതായിട്ട് കട വരെ ഒന്ന് പോയിട്ട് വന്നു. എന്നിട്ട് ചിക്കനൊക്കെ വാങ്ങിയായിരുന്നു. ഒന്ന് ചിക്കൻ കണ്ടപ്പോൾ ഒരു ചിക്കൻ കഴിക്കാനുള്ള ആഗ്രഹം. പിന്നെ നാളെ എന്തായാലും നമ്മൾ വയ്ക്കാൻ പോണ നാളെ മധൂത്ത്. അതൊക്കെ വയ്ക്കണമെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഇത് വെച്ചിട്ടുണ്ട് നേരത്തെ. നമ്മൾ അവിടെ ആയിരുന്ന സമയത്ത്. ഷർട്ടാ ഈ നാളെ അതിലേക്ക്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വേറെ എന്തൊക്കെയാണ് അപ്പോൾ പരിപാടി? അപ്പം ഇനി നമുക്ക് ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള ഇടിയിലാണ് പോയത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഗിഫ്റ്റ്ലാൻഡ് പോകണം. അപ്പോൾ നമ്മൾ ഈ സാധനം ഇന്ന് രാത്രി നമ്മൾ ചിക്കൻ പൊരിക്കാൻ പോവാണ്. അപ്പം ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് പോയി നമുക്ക് ഗിഫ്റ്റ്ലാൻഡിലോട്ട് പോകാന്നുള്ള പ്ലാനാണ്. അപ്പം എന്താ നമുക്ക് പരിപാടിയിലോട്ട് പോവാം. പിന്നെ ഞാൻ ഈ ഉടുപ്പിലാണ് നിൽക്കുന്നത്. ഇപ്പം മസാല പുരട്ടാറുണ്ട്. മസാല പുരട്ടുന്ന സമയത്ത് ഞാൻ ഉടുപ്പിട്ടുകൊണ്ട് നിന്ന് ഞാൻ ഉടുപ്പിലെല്ലാം സീനാവും. പിന്നെ ഒരു ഏപ്രിൻ വാങ്ങണം. വി ഹാവ് ടു ബൈ എ ഏപ്രിൻ. ഉപ്പ് അടിച്ചല്ലോ? ഉപ്പ് അടിച്ചില്ല. മറ്റേ ഓക്കെ ഫ്രണ്ട് നല്ല ചുണ്ട്. മുട്ട ഉണ്ടോ? മുട്ടയൊന്നോ കണ്ടല്ലേ? ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കൂട്ടാണ്. ഇതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ പെരട്ടി എല്ലാം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. തുറയുടെ ചിക്കൻ ദാ വെച്ചിട്ടുണ്ട് പെരട്ടി. അപ്പം സാധനങ്ങൾ ബാക്കി വന്ന് എല്ലാം എടുത്ത് വയ്ക്കുക. നമുക്കിനി ഉപ്പ് വാങ്ങാനുണ്ട്, വേറെ എന്തൊക്കെയോ വാങ്ങാനുണ്ട്. അവിടെ പോകുമ്പോഴേ ഓർമ്മ വരുള്ളൂ പലതും. അപ്പോൾ നമുക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് പോവാം അല്ലേ? പോവാം. ഇതൊന്ന് മേടിച്ചാണ് ഇവിടെ തൂക്കാൻ വേണ്ടി. ഇവിടെ കുറേ ഈ റൂമിൽ കുറേ വ്യത്യാസങ്ങളുണ്ട് മറ്റേ പഴയ റൂമിനേക്കാളും. അപ്പം അതിൻ്റെ ഫുൾ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പോയിട്ട് വന്നിട്ട് പറഞ്ഞുതരാം. പോവാം. അവിടെ നിന്ന് ഇറങ്ങി വച്ച് നടക്കുകയാണ്. എന്ത് തണുപ്പടേ. ഉടുപ്പ് മാറ്റില്ലായിരുന്നെങ്കിൽ കടുത്തേനല്ലേ? കൊടുക്കണു. ഇത് മലയാളമാണ്, മനസ്സിലാക്കണം. സ്ട്രൈറ്റ് ഗോസ്റ്റേറ്റ് അതെന്തായാലും നേരെ പോടാ, ഇങ്ങോട്ട് പോടാ. നീ പറ നീ അങ്ങനെ നിന്നെ കൊല്ലും കേട്ടാ. കേട്ടാ മലയാളമാണ് പറയുന്നത്. അപ്പം നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് മലയാളം. പഠിക്കോ ഇല്ലയോന്ന് വലിയ പിടിയൊന്നുമില്ല. എന്തൊരു ഇത് കണക്കിരിക്കുന്ന. അപ്പം നമ്മൾ നേരത്തെ വീഡിയോ ഓഫ് ചെയ്തത് എന്തെന്ന് വെച്ചാൽ ആൾക്കാരെ കണ്ടാൽ ഞാൻ വീഡിയോ ഓഫ് ചെയ്യും. എന്തെന്ന് രണ്ടെണ്ണം എപ്പോഴും യുദ്ധമാണ്. അലോഷിയേക്കാളും അപ്പുറമാണല്ലേ.
ഷിഫ്റ്റ് കിട്ടിയാൽ നടക്കണം അല്ലേ? നടന്ന് ഇവരെ എടുത്തിട്ട് ലാസ്റ്റ് ഇടിക്കണം. അതുണ്ടാവുക എനിക്ക് തോന്നുന്നുണ്ട്. സംഭവം പുള്ളി എത്ര വർഷം ഇവിടെ വന്നിട്ട്? How many years? How many years has it been? 3 years. 3 years. 3 വർഷമായി. 3 വർഷമായി ഇവിടെ വന്നിട്ട് ഒരു കിണ്ടി അറിയില്ല. അത് സത്യമാണ് കേട്ടോ. ഈ സെയിം യു ഡോണ്ട് നോ നത്തിങ്. Is it true? I know everything. You are മുൻഷി. മുൻഷി ആയിട്ടുള്ളൂ. ഇന്ത്യ മുൻഷി എന്നൊക്കെ നമ്മൾ പറയില്ലേ? അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കടയുടെ അടുത്തെത്തി. ക്യാപ്പ് എടുത്തിട്ട് അണ്ണാ അത് അവൻ എല്ലാം അറിയാം കേട്ടോ. അവൻ പറഞ്ഞില്ലേ ക്യാപ്പിട്ട തണുപ്പ് മാറുമെന്ന്. ആ ഒരു ബുക്ക് എടുത്തു നാളെ, ക്യാപ്പിട്ട തണുപ്പ് മാറുമെന്ന് അല്ലേ? കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് തൂക്കിക്കൊണ്ട് നടക്കുകയാണ്. സംഭവം നമ്മളെ അടുത്ത് വീടിനടുത്ത് തന്നെ തൊട്ടടുത്ത് ലീഡിലുണ്ട്. പക്ഷേ ഈ കൊസ്ലാൻഡിനകത്ത് നമ്മുടെ അവിടത്തെക്കാളും റേറ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയി വാങ്ങുന്നത്. ഇത്ര കുറച്ച് ദൂരമാണ്, വേറെ അരമണിക്കൂർ എടുക്കും നടന്നെത്താൻ വേണ്ടി. അപ്പോൾ 2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് ഈ കൊസ്ലാൻഡിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനി. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ബാക്കി പറഞ്ഞുതരാം എന്തൊക്കെ വാങ്ങിയെന്നുള്ളത്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. തിരിച്ച് ഇവിടെ റൂമിൽ എത്തിയില്ല. അതിനു മുമ്പ് അവൻ തുടങ്ങി അവൻ്റെ കണക്ക്. അപ്പം അങ്ങനെ കണക്കും പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇനി കുക്ക് ചെയ്യണം അല്ലേ? ഈ 2.5 വർഷമായിട്ട് ഇവിടെ വന്ന് ഒന്നും അറിയത്തില്ല അവന്. പൊട്ടാറ്റോ ചിപ്സ് ഞങ്ങളുടെ You want it? I put his name. You want it? No, I don't. You won't eat from there. And You won't eat from there. pepper chips. Right? You won't eat from there. No. Pepper Okay. chips. We take only one chip. Who take pepper chip? Pepper chips later. I don't know. There are 2 Okay. chips. അപ്പം എന്തായാലും നീ ചെയ്, ബാക്കി നമുക്ക് നോക്കാം. വെയിറ്റ് Close that video. മിണ്ടല്ലോ നീ. നമ്മള് ഈ പരിപാടി നോക്കട്ടെ. ഇവന്റെ അടുത്ത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാണ് നാളെ ചെയ്യാൻ പണിയുണ്ടെന്ന്. ഇവൻ പറഞ്ഞാൽ കേൾക്കൂല. എന്നിട്ട് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് തെണ്ടി. എന്തായാലും ഇപ്പൊ ഞാൻ പരിപാടി വന്നിട്ട് എപ്പടെ. അപ്പൊ നമ്മള് ഫുഡൊക്കെ റെഡിയായി കഴിച്ചോണ്ടിരിക്കുകയാണ്. നല്ല കിട്ടില്ല ഫുഡ്, നല്ല എരിയൊക്കെ കയറ്റിയിട്ടുണ്ട് സാധനം. പിന്നെ നമ്മൾ മറ്റേ ഇത് ചെയ്യാൻ വേണ്ടി ഒരു ചില്ലി സോസ് വെച്ചില്ലേ, അതും ഉള്ളിയൊക്കെ ഇട്ടിട്ട് വേറൊരു പരിപാടിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധനം പൊളി അല്ലേ? എങ്ങനെയുണ്ട് ഫുഡ്? സെറ്റല്ലേ? എരിയാണ്, നല്ല എരിയുണ്ട്. അപ്പം നമുക്ക് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറങ്ങാൻ സമയം നല്ല ലേറ്റായി. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.